guys, all my subscribers, welcome back to my YouTube channel Punu's Frames. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എന്താ പറയുക, കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ അങ്ങനെയുള്ള ഓയിൽസിൻ്റെ കുറച്ചൊക്കെ അറിയത്തുള്ളൂ. പക്ഷേ ഈ ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ട്രസ്റ്റ് മീ, വളരെ വളരെ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ലെന്ത് വൈസ് ആയിട്ടുള്ള മുടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എണ്ണ മതി, ധാരാളമാണ്. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു എണ്ണയാണ്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഈ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഓഫ് ദി പ്രോസസ്സ്, നമ്മൾ ആദ്യമേ പാൻ വെക്കുക. പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു നിങ്ങളുടെ ലെന്ത് വൈസ് അനുസരിച്ചിട്ടുള്ള ഒരു സവാള എടുത്താൽ മതി. ഒരു സവാള എടുക്കുക. പിന്നെ ഒരു ഗാർലിക്, അല്ല ഒന്നോ രണ്ടോ ഗാർലിക് എടുത്താലും കുഴപ്പമൊന്നുമില്ല. കാരണം ഗാർലിക് എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിന് അത്രയും നൊറിഷ്മെൻറ്റ് നൽകുന്ന ഒരു സംഗതിയാണ് ഗാർലിക് എന്ന് പറയുന്നത്. പിന്നെ സവാള, ഒണിയൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, ഒട്ടുമിക്ക ആൾക്കാരും യൂസ് ചെയ്യാറുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഈ ഓയിലിന് ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതി, നമ്മുടെ അടുക്കളയിലെ സാധനങ്ങൾ മാത്രമാണ്. ഒന്ന് ഒണിയൻ ആൻഡ് ഗാർലിക്, വെളുത്തുള്ളിയും സവാളയും മാത്രം മതി ഇതിന്. ഇനി ഇത് നമ്മളൊരു പാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പം ഞാൻ കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത് കടുകെണ്ണ യൂസ് ചെയ്യാനും മസ്റ്റേർഡ് ഓയിൽ യൂസ് ചെയ്യാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ചിലവർക്ക് അതിൻ്റെ മണവും ഒന്നും സ്മെല്ലൊന്നും തീരെ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കോക്കനട്ട് ഓയിൽ പറഞ്ഞത്. അപ്പം ഇതിൽ ഏത് എണ്ണ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇപ്പം ഞാൻ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കോക്കനട്ട് ഓയിലിലേക്ക് ഈ വെളുത്തുള്ളിയും സവാളയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫ്രൈ ചെയ്യരുത്, ഒരു 50% ഫ്രൈ ചെയ്ത് എടുക്കുക. അപ്പം ഒത്തിരി ഫ്രൈ ചെയ്ത് ഒരു നിങ്ങൾക്ക് അറിയാം, ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ബ്ലാക്ക് കളറിലൊക്കെ വരും, അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറിലൊക്കെ. ബ്ലാക്ക് എന്ന് വെച്ചിട്ട് ഒത്തിരി ബ്ലാക്ക് അല്ല, അപ്പോൾ അത് കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയല്ല, ഒരു ബ്രൗൺ കളറിൽ വരും. അപ്പോൾ ആ ഒരു ബ്രൗൺ കളറിൽ വരുമ്പോഴത്തേന് നിങ്ങളത് ഒരു അരിപ്പയിലോ അല്ലെങ്കിൽ ആ വെളുത്തുള്ളിയും സവാളയുടെ ഒക്കെ അതിങ്ങനെ താഴോട്ട് വീഴാണ്ടുള്ള പാകത്തിനൊത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഊറ്റിയെടുക്കാവുന്നതാണ്. ഒരു പാത്രത്തിലേക്ക് ഊറ്റിയെടുത്തതിന് ശേഷം നിങ്ങളത് ഒന്ന് ചെറിയ ഒരു ചൂടോടുകൂടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പൊള്ളുന്ന ചൂടൊന്നും ആവല്ല. പിന്നെ സ്കാൽപ്പ് പോയതിന് ശേഷം എന്നെയൊന്നും പറയില്ല ഗൈസ്. അപ്പം കുറച്ച് ചെറിയ ഒരു ചൂടോടുകൂടി നിങ്ങൾ ആ തലമുടിയിലേക്ക് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല രീതിയിൽ മസാജ് ചെയ്ത് ലെന്ത് വൈസിലെല്ലാം തന്നെ മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു 1 ഹവറോളം നിങ്ങളത് സെറ്റ് ചെയ്ത് വെക്കുക. സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നല്ലപോലെ അത് ഒന്ന് ആ തലമുടിയിലും നമ്മുടെ സ്കാൽപ്പിലും ഒക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേന് നിങ്ങൾ ഷാമ്പൂ ഇടാണ്ടിരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഷാമ്പൂ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചിലവർക്ക് ഈ സവാളയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ മണം തീരെ പിടിക്കാണ്ട് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷാമ്പൂ യൂസ് ചെയ്യാവുന്നതാണ്. എന്നാലും ഷാമ്പൂ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഷാമ്പൂ യൂസ് ചെയ്യാണ്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഷാമ്പൂ യൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഷാമ്പൂ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ തലമുടി ഒന്ന് നോക്കുക. വളരെ അമേസിങ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഈ എണ്ണയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിലും കുറച്ച് ഒരല്പം ഈ ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, അത് ഞാൻ എല്ലാ ഹെയറിൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാം നിങ്ങൾക്കും അറിയാവുന്നതാണ്. വൈറ്റമിൻ ഇയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ അപ്പോൾ അത് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് നല്ല ഒരു ഡാമേജ് ആയിട്ടുള്ള മുടിയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ടുള്ള ഒരു മുടി കിട്ടും. അപ്പോൾ ഇത് 7 days കണ്ടിന്യൂസ് യൂസ് ചെയ്യാണ്ട് ഇടവിട്ടുള്ള ദിവസങ്ങളിൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം ഷാമ്പൂ നിങ്ങൾ ഒരുപാട് യൂസ് ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം വീക്ക്ലി 1 ടൈം യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ഓയിൽ
മറക്കാണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. ഹോം റെമഡിയാണ്, അതുകൊണ്ട് തന്നെ യാതൊരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ലോങ് ലെന്ത് ആയിട്ടുള്ള മുടിയിലാണ് ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ ഫോളും കാര്യങ്ങളും ഒക്കെ ഇല്ലാണ്ടിരിക്കാൻ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാണ്ട് ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. സ്റ്റിൽ ദെൻ ബൈ ബൈ.